കേരള രാഷ്ട്രീയത്തിൽ ചൂടുപിടിച്ച തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കിടെ ഡീൽ വിവാദവും കൊഴുക്കുകയാണ്. ബിജെപിയുമായി ഡീലെന്ന ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരസ്പരം പോരടിക്കുന്ന കാഴ്ചയാണ് നാം ഇന്ന് കണ്ടത്. RSS പരിപാടിയിൽ വി ഡി സതീശൻ RSS പരിപാടിയിൽ പങ്കെടുത്ത ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തുന്നതിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഇതെന്ത് ഡീലാണെന്ന് പിണറായി വിജയന്റെ ചോദ്യം. 1970കളിലെ തിരഞ്ഞെടുപ്പ് ചരിത്രം പറഞ്ഞുകൊണ്ടായിരുന്നു വി ഡി സതീശന്റെ മറുപടി. RSS ഏജന്റാണ് പിണറായി വിജയൻ എന്ന് ആരോപിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. പിണറായി വിജയനെതിരെ ഇന്നലെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും നടത്തിയ പരാമർശത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് CPIM പോളിറ്റ് ബ്യൂറോ രംഗത്തെത്തിയത്. തിരഞ്ഞെടുപ്പ് നേട്ടത്തിനായി രാഹുൽ ഗാന്ധി തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നു എന്നാണ് CPIM വിമർശനം. രാഹുൽ ഗാന്ധിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനും രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. കേരളത്തിലെ ഡീൽ വിവാദത്തിൽ ദേശീയ നേതൃത്വങ്ങൾ തന്നെ ആരോപണ പ്രത്യാക്രമണങ്ങളുമായി എത്തുമ്പോൾ എന്തൊക്കെയാകും ഇനി സംഭവിക്കുക? ഡീൽ ആരോപണത്തിൽ രാഹുൽ ഗാന്ധിയെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. രാഹുൽ ഗാന്ധി കണ്ടാലും കൊണ്ടാലും പഠിക്കില്ലെന്നും പ്രാദേശിക നേതാവിന്റെ ഗുണം പോലും ഇല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. BJPക്ക് നേമത്തും തൃശൂരും അക്കൗണ്ട് തുറക്കാൻ സഹായിച്ചത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനം. പ്രതികരണം കേൾക്കാം. രാഹുൽ ഗാന്ധി ഈ അഖിലേന്ത്യാ നേതാവാണല്ലോ. പക്ഷേ സാധാരണ പ്രാദേശിക നേതാവിൻ്റെ പ്രാദേശിക പ്രവർത്തകൻ്റെ കാര്യവിവരം പോലും ഇല്ല എന്നാണ് വസ്തുത. ഒരു കാര്യവും നേരെ ചൊവ്വേ മനസ്സിലാക്കാൻ തയ്യാറാകില്ല. പിന്നെ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. CPIM BJP ഡീൽ എന്ന ആരോപണം നനഞ്ഞ പടക്കമായെന്നും രാഹുൽ ഗാന്ധി പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ പൊതു കാഴ്ചപ്പാടിന് അനുയോജ്യമല്ലെന്നും CPIM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. മല്ലികാർജ്ജുൻ ഖാർഗെ കേരളത്തെക്കുറിച്ച് പറയുന്നത് എന്തർത്ഥത്തിലാണെന്നും ഇങ്ങനെ പറയാൻ അസാമാന്യ ഉളുപ്പ് വേണമെന്നുമായിരുന്നു ജോൺ ബ്രിട്ടാസ് MPയുടെ പ്രതികരണം. പ്രധാനപ്പെട്ട സർവകക്ഷി യോഗം നടന്നപ്പോൾ ഇരു സഭകളിലെയും പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടായില്ലെന്നും പകരം കേരളത്തിൽ പോയി ആളുകളെ കബളിപ്പിക്കാൻ എന്തൊക്കെയോ ചെയ്യുകയായിരുന്നുവെന്നും ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി. BJP CPIM ഡീൽ മുമ്പൊരു ഘട്ടത്തിൽ വന്നിട്ട് രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞതാണ്. അന്നതൊരു നനഞ്ഞ പടക്കം പോലെ പൊട്ടിപ്പോയി. അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ആ മത്സരം BJPക്ക് ഗുണകരമായിക്കൂടാ. ഫാസിസ്റ്റ് RSS നിയന്ത്രിക്കുന്ന BJPക്ക് ഗുണകരമായിക്കൂടാ. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊരു പൊതുധാരണയാണ്, ഒരു പൊതു കാഴ്ചപ്പാടാണ്. ഈ പൊതു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ആ കാഴ്ചപ്പാടിന് അനുയോജ്യമാണോ CPIM-ഉം BJPയും തമ്മിൽ ഡീലുണ്ടെന്നുള്ള പച്ചക്കള്ളം ഇത്ര ഉന്നതന്മാരായ നേതാക്കന്മാർ പറയാൻ പാടുണ്ടോ? 10 വർഷമായിട്ട് അധികാരത്തിൽ നിന്ന് പുറത്തു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഭ്രാന്തിയിൽ നിന്നാണ് ഇതുപോലുള്ള ജൽപ്പനങ്ങൾ പറയാൻ അവർക്ക് വഴിയൊരുക്കുന്നത്. അപ്പോൾ ആ പരിഭ്രാന്തി നമ്മൾ ഉൾക്കൊള്ളണം. അത് മാത്രമല്ല, ഇന്നലെ പാർലമെൻറ്റിൽ വളരെ വിവാദകരമായിട്ടുള്ള ബില്ലുകൾ പാസ്സാക്കുന്ന സമയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർവകക്ഷി യോഗം നടത്തി. ലോകസഭയിലെ പ്രതിപക്ഷ നേതാവില്ല, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവില്ല. കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇതുപോലുള്ള പച്ചക്കള്ളങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുക. ഇവരോട് സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അതേസമയം മുഖ്യമന്ത്രിക്കും CPIM-നുമെതിരെ കടുത്ത ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ ഇന്നും രംഗത്തെത്തി. പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെ എതിർക്കുന്നത് അമിത്ഷായുടെ ഗുഡ് ബുക്കിൽ കയറാനാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി കോംപ്രമൈസ് മുഖ്യമന്ത്രിയാണെന്നായിരുന്നു AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലക്ഷ്യം വെക്കുന്നത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ നയങ്ങളെ പിണറായി വിജയൻ വിമർശിക്കുന്നില്ല എന്നും AICC നിരീക്ഷകനായ സച്ചിൻ പൈലറ്റും പറഞ്ഞു. രാഹുൽ ഗാന്ധിയെ കുറിച്ച് മോശമായി സംസാരിച്ചാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഗുഡ് ബുക്കിൽ കയറും. മനസ്സിലായി? നല്ല സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുവേണ്ടി അവരുടെ മുന്നിൽ 90 ഡിഗ്രിയിൽ കുനിഞ്ഞാണ് ഈ മുഖ്യമന്ത്രി നിൽക്കുന്നത്. പരസ്പരം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളി, അത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ ഡീല് ആവർത്തിച്ചു എന്നുള്ള സത്യമാണ്. ഇത് BJPയിലെയും CPIM-ലെയും അണികൾക്ക് ദഹിക്കുന്നില്ല എന്നുള്ള വ്യക്തമാണ്. The fact that he's attacking Rahul ji every day is a negative campaign that he is doing. And to my mind, it is being done only to please the Prime Minister and the Congress and the BJP, so that some vote transfer may happen from BJP NDA to the LDF. യഥാർത്ഥ ഡീൽ ഇന്ത്യ മുന്നണിയാണെന്നും ആരോപണത്തിൽ പ്രധാനമന്ത്രി വരുമ്പോൾ മറുപടി പറയുമെന്നും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കി. അതിലേക്ക് കൂടി
പെട്ടെന്ന് ഡീലും പീലും ഒക്കെ ആയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. കുറച്ച് മഹാന്മാര് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്ന് ഇന്നലെ പോയിട്ടുണ്ട്. ഒരു കാര്യവുമില്ല, അവർക്ക് ഒരു യോഗ്യതയുമില്ല ഡീൽ ആരോപിക്കാൻ. ഇനി അങ്ങനെ ഡീൽ ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യ മുന്നണിയായി നിന്നുകൊണ്ട് അവർ വ്യക്തമായി പറഞ്ഞാൽ മതി ആരാണ് ഡീലെന്ന്. ഏറ്റവും വലിയ വിളംബരം കേരളത്തിലെ വോട്ട് ചെയ്യുന്ന ജനതയ്ക്ക് ഈ രണ്ട് കക്ഷികളും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് കുത്തിക്കൊണ്ട് വെളിവാക്കിയിരിക്കുന്നത് BJP ഇല്ലാതെ ഇനി ഇവിടെ ഭരണം മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് ശക്തമായി വിളംബരം ചെയ്തിരിക്കുകയാണ്. ഇതിനിടെ വട്ടിയൂർക്കാവിൽ CPIM BJP ഡീലുണ്ടെന്ന് ആരോപിച്ച കെ മുരളീധരന് മറുപടിയുമായി BJP സ്ഥാനാർത്ഥി ആർ ശ്രീലേഖയും CPIM ജില്ലാ സെക്രട്ടറി എ റഹീമും രംഗത്ത് വന്നു. മുരളീധരൻ ശുദ്ധ അസംബന്ധമാണ് പറയുന്നതെന്ന് ആർ ശ്രീലേഖ പറഞ്ഞു. വട്ടിയൂർക്കാവിൽ LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞ എ റഹീം മുരളീധരന്റേത് തെരഞ്ഞെടുപ്പ് ദേശാടനമാണെന്നും അങ്ങനെ ഉണ്ടാക്കിയ ഡീലിന്റെ ഉത്പന്നമാണ് സുരേഷ് ഗോപിയെന്നും പറഞ്ഞു. ഈ ശുദ്ധ അസംബന്ധത്തിലൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. ശുദ്ധ അസംബന്ധം, അതേ ഉള്ളൂ എൻ്റെ പ്രതികരണം. വട്ടിയൂർക്കാവിൽ ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരം. പിന്നെ ആരായി പറയുന്നത്? ശ്രീ കെ മുരളീധരൻ ഇപ്പോൾ വട്ടിയൂർക്കാവിലാണ്. ഇനി അടുത്ത അദ്ദേഹം വേറൊരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ മണ്ഡലത്തിലേക്ക് പോകും. എവിടെയാണോ തിരഞ്ഞെടുപ്പ് അവിടേക്ക് പോകും. ഏറ്റവും ഒടുവിലെ കോൺഗ്രസ് BJP ഡീലിൻ്റെ സംഭാവനയാണ് കേരളത്തിൽ നിന്നുള്ള MPയും കേന്ദ്രമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപിയുടെ വിജയം. ഇനി ചില ഡേറ്റകൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ സഹായം ആവശ്യപ്പെട്ട VD സതീശൻ RSS നേതാക്കളെ കണ്ടിട്ടുണ്ടെന്ന് ഹിന്ദു ഐക്യവേദി അധ്യക്ഷൻ RV ബാബു 2022 വെളിപ്പെടുത്തി. പറവൂരിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തോറ്റ സതീശൻ രണ്ടാമത്തെ മത്സരത്തിൽ തന്നെ ജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് RSS നേതാക്കളെ രഹസ്യമായി കണ്ടു. അക്കാലത്തെ സതീശന് RSS വെറുക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നില്ല. 2006 ഭാരതാംബയുടെയും ഗോൾവാൾക്കറുടെയും മുന്നിൽ നിലവിളക്ക് കൊളുത്തി RSS പരിപാടി ഉദ്ഘാടനം ചെയ്തെന്നും ചിത്രം പങ്കുവെച്ചുകൊണ്ട് വെളിപ്പെടുത്തൽ. 2013 ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത സതീശൻ ഇന്നത്തെ അൽ സതീശനായിരുന്നു ഇല്ല എന്നും പരിഹാസം. 2013 പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങൾ അന്നത്തെ വിചാരകേന്ദ്രം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന C സദാനന്ദനും പുറത്തുവിട്ടിരുന്നു. ഇനി പിണറായി വിജയന്റെ മുൻ മറുപടികൾ. 2022 VD സതീശൻ ഉന്നയിച്ച ഇതേ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി അന്ന് മറുപടി നൽകിയിരുന്നു. അതിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് പറയുന്നത്. 1972 ജനുവരിയിലാണ് താൻ ആദ്യമായി നിയമസഭയിൽ എത്തുന്നത്. അന്ന് കോൺഗ്രസിനെയും ജനസംഘത്തെയും പരാജയപ്പെടുത്തിയാണ് ജയിച്ചത്. 77 അടിയന്തരാവസ്ഥയ്ക്കെതിരെ നിലകൊള്ളുന്നവർ ചേർന്നാണ് ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ ജനതാ പാർട്ടി രൂപീകരിച്ചത്. ഭാരതീയ ലോക്ദൾ, സംഘടനാ കോൺഗ്രസ്, സ്വതന്ത്ര പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി തുടങ്ങിയ പാർട്ടികൾ ലയിച്ചാണ് ജനതാ പാർട്ടി ആയത്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഉയർന്നു വന്ന വിശാല ഐക്യവുമായി CPIM സഹകരിക്കുകയായിരുന്നു. കോൺഗ്രസ് നേതാവ് കെ സുധാകരനും അന്ന് ജനതാ പാർട്ടിയുടെ ഭാഗമായിരുന്നു. യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന ഭാരവാഹിയുമായി. 77 KG മാരാർ ഉദുമയിൽ മത്സരിച്ചപ്പോൾ കെ സുധാകരൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹിയായിരുന്നു. ജനസംഘം നേതാക്കൾ RSS ബന്ധം തുടർന്നപ്പോഴാണ് 1980 ജനതാ പാർട്ടി പിളർന്നതെന്ന് കുറിപ്പിൽ പിണറായി പറയുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഡാറ്റയും കാര്യങ്ങളും ഒക്കെ. എന്തു തോന്നുന്നു ഈ സംഭവത്തിൽ? ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ ചരിത്രം പറഞ്ഞൊക്കെ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ അതിൽ നമ്മൾ ഇതുപോലെ ഒരു എഡിറ്റോറിയൽ ഷോയിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് പൊതുവെ എനിക്കിഷ്ടമല്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ വസ്തുത പറയേണ്ടി വരും. വസ്തുത തന്നെയാണല്ലോ നമ്മൾ പറയേണ്ടി വരിക. ചരിത്രമല്ലേ, അതിൽ വസ്തുതയുണ്ടല്ലോ, തെളിവുകളുണ്ട്, രേഖകളുണ്ട്. അത് പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ അത് നമ്മളെന്തോ പക്ഷം പിടിച്ച് പറയുന്നത് പോലെ ആളുകൾക്ക് തോന്നാം. അത് പക്ഷേ കാരണം ഒരു തെരഞ്ഞെടുപ്പ് കാലമല്ലേ, സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പറയുമ്പോൾ പറയുവാന്ന്, പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അതാണ് അവസ്ഥ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇത് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങളാണ്. അടിസ്ഥാനപരമായി സാമുദായിക ധ്രുവീകരണം ലക്ഷ്യമിട്ട് നടത്തുന്ന ഒരു തന്ത്രമാണിത്. ഈ ഡീൽ എന്നുള്ള പ്രയോഗവും ആ ചർച്ചയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാധാരണ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതുപോലെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയ സാധ്യതയുള്ളപ്പോഴോ പരാജയത്തിന് ശേഷമോ എതിർ പാർട്ടിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണമായാണ് 1991 ശേഷം ഈ BJP സഖ്യം എന്നുള്ള ആരോപണം നിലനിൽക്കുന്നത്.
കാരണം 1991 കോലീബി സഖ്യം ഉണ്ടായിരുന്നു. അത് തെളിവുകളോടെ പുറത്തു വന്നതാണ്. അതിനുശേഷമാണ് ഈ ആരോപണം. കാരണം ആരെങ്കിലും തോറ്റാൽ ഉടനെ പറയാൻ എളുപ്പമുള്ള ഒരു മാർഗം അപ്പുറത്ത് ഇതാ BJP-യുമായിട്ടുള്ള സഖ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ്. പരസ്പരം ഇത് ആരോപിക്കാറുണ്ട്. കോൺഗ്രസും CPM-ഉം തരം പോലെ ഇത് ആരോപിച്ചു പോന്നിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ചരിത്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആലോചിക്കും അങ്ങനെ ഒരു സഖ്യമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നു, ആരോപിക്കുന്നു, VD സതീശൻ ആരോപിക്കുന്നു. പിണറായി വിജയൻ ഇങ്ങനെ പണ്ട് RSSന്റെ പിന്തുണയോടെ മത്സരിച്ച ആളാണല്ലോ 77 എന്നുള്ള ഒരു ആരോപണം അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് ഉന്നയിക്കുന്നു, ഇവിടുന്ന് തിരിച്ചുന്നയിക്കുന്നു. അപ്പം നമ്മൾ ചരിത്രം വീണ്ടും ഓർമ്മിപ്പിക്കാനോ എടുത്ത് വീണ്ടും വായിക്കാനോ ഒക്കെ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ചരിത്രം എടുത്ത് നമ്മൾ പുറകോട്ട് പരിശോധിച്ചാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അടിയന്തരാവസ്ഥ കാലം, അതിന് മുമ്പോട്ടുള്ള ചരിത്രം തൽക്കാലം ഇവർ പറയുന്നില്ല. പക്ഷേ അടിയന്തരാവസ്ഥ കാലം മുതൽ ഉള്ള ഒരു കാലത്തെക്കുറിച്ചും കാര്യത്തെക്കുറിച്ചുമാണ് ഇവർക്കിപ്പോൾ ചർച്ച ചെയ്യാനുള്ളത്. അത് നമ്മൾ നോക്കുമ്പോൾ എന്താ, 1977 ഈ പാർട്ടി രൂപീകരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പാർട്ടിയല്ലല്ലോ. ഈ പറയുന്ന ജനസംഘമുണ്ട്, സംഘടനാ കോൺഗ്രസ് ഉണ്ട്, സോഷ്യലിസ്റ്റ് പാർട്ടിയുണ്ട്, പിന്നെ ഒരു പാർട്ടി കൂടിയുണ്ട്, ഭാരതീയ ലോക്ദൾ. ഈ 4 പാർട്ടികൾ ചേർന്നിട്ടാണ് ഈ ജനതാ പാർട്ടി എന്നുള്ള സങ്കല്പത്തിലേക്ക് വരുന്നത്. ആ സഖ്യത്തിലേക്ക്, സഖ്യമല്ല, അതൊരു പുതിയ പാർട്ടിയാണ്. ആ പുതിയ പാർട്ടി രൂപം കൊള്ളുമ്പോൾ ജനസംഘം എന്നുള്ളത് എന്താണെന്ന് നമുക്കറിയാം. ആ കാലം മുതൽ ജനസംഘം എന്നത് ഹിന്ദുത്വ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന സംവിധാനമാണ്. ആ സംവിധാനത്തെ ആ നിലയ്ക്ക് നിലനിർത്തുന്നതിനോട് ജയപ്രകാശ് നാരായണന് താല്പര്യമില്ല. ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലാണ് ഈ ജനതാ പാർട്ടി എന്നുള്ള പാർട്ടി രൂപപ്പെടുന്നത്. ആ പാർട്ടിയിൽ RSSകാർ മാത്രമല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് RSS ബന്ധമുള്ള ജനസംഘം പ്രവർത്തകർ മാത്രമല്ല, വേറെ 3 പാർട്ടികൾ കൂടിയുണ്ട് ആ പാർട്ടിക്കുള്ളിൽ. അങ്ങനെ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കപ്പെടുകയാണ്. അത് നമ്മുടെ നാട്ടിൽ കാണാറുള്ളതാണല്ലോ. പുതിയൊരു പാർട്ടി രൂപീകരിക്കപ്പെടുന്നു. അതിൽ ആശയപരമായി ഒരു നിലപാട് ജയപ്രകാശ് നാരായണൻ സ്വീകരിക്കുന്നത് ഒരിക്കലും ഇത്തരത്തിലൊരു ഡ്യുവൽ മെമ്പർഷിപ്പുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല. ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ ജനതാ പാർട്ടിയിൽ, ആ ഒപ്പം RSSലും കൂടി പ്രവർത്തിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാവുന്നതും ആ കാലത്ത് പിന്നീട് ഏറ്റവും സങ്കീർണമായ വിഷയമാകുന്നതും എന്താ, ഈ അദ്വാനിയും വാജ്പേയിയും അടക്കമുള്ളവർ ഈ ഡ്യുവൽ മെമ്പർഷിപ്പ് കൊണ്ടു നടന്നു എന്നുള്ളതാണ്. അത് ആരോപണമായി ഉയരുന്നു. അത് വലിയ തർക്കവും ചർച്ചയുമാകുന്നു. ജനതാ പാർട്ടിയുടെ പിളർപ്പിലേക്ക് തന്നെ ആ കാര്യങ്ങൾ എത്തുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അന്നത്തെ ജനസംഘം നേതാക്കൾ ആ ഡ്യുവൽ മെമ്പർഷിപ്പ് തുടർന്നു എന്നുള്ളതാണ്. ഇനി അങ്ങനെ ഒരു പാർട്ടി രൂപീകരിക്കാനിടയായ സാഹചര്യം എന്താണ്? അടിയന്തരാവസ്ഥയാണ്. അതായത് ഈ രാജ്യം നൂറ്റാണ്ടുകളുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമായതിനു ശേഷം സ്വതന്ത്രമായി ജനാധിപത്യത്തിൽ ഈ ഭരണഘടനയുടെ കീഴിൽ ഇങ്ങനെ മുന്നോട്ട് ഓടിത്തുടങ്ങി 3 പതിറ്റാണ്ട് തികയ്ക്കുന്നതിന് മുമ്പ്, വളരെ ചെറിയ കാലയളവാണത്, 3 പതിറ്റാണ്ട് തികയ്ക്കുന്നതിന് മുമ്പ് വീണ്ടും ഏകാധിപത്യത്തിലേക്ക് പോകുന്നു എന്നുള്ള വലിയ അങ്കലാപ്പിലേക്ക് ആളുകൾ പോയി. അതായത് ജനാധിപത്യത്തിലൂടെ ആ ഏകാധിപത്യം സ്ഥാപിച്ചെടുക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത്. ചരിത്രത്തിൽ അങ്ങനെയുള്ള ഒരു ഉദാഹരണം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഹിറ്റ്ലറാണുള്ളത്. ആ ഹിറ്റ്ലർക്ക് സമാനമായ സ്വഭാവത്തിൽ ഇന്ദിരാഗാന്ധി രാജ്യത്തിൻ്റെ ഏകാധിപതിയായി മാറുന്നു എന്നുള്ളതാണ് അന്നത്തെ ചർച്ച, അന്നത്തെ വിഷയം. അത് മാത്രമാണോ? നാവടക്കൂ പണിയെടുക്കൂ എന്നുള്ള മുദ്രാവാക്യമാണ്. അതായത് സമ്പൂർണമായി ഈ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, പത്രമാരണ നിയമം കൊണ്ടുവരുന്നു. ആ നിലയ്ക്ക് കാര്യങ്ങൾ മാറുമ്പോഴാണ് അത് കൊടിയ പീഡനങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾക്ക്, തൊഴിലാളി യൂണിയനുകൾക്ക് ഉണ്ടാകുന്നു. അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പാർട്ടി രൂപപ്പെടുന്നത്? ആ പീഡനമെല്ലാം അനുഭവിച്ച, ഇപ്പോൾ ഇവിടെ എല്ലാവരും പറയാറില്ലേ, ഇപ്പോഴത്തെ RSS നേതാക്കളും ഇപ്പോഴത്തെ CPM നേതാക്കളും ഒക്കെ ഒരുമിച്ച് ജയിലിൽ കിടന്നിട്ടുള്ള കാലം. ആ ജയിലിൽ കിടക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഈ അടിയന്തരാവസ്ഥ കാലത്ത് ആ നിലയ്ക്കാണ് കൈകാര്യം ചെയ്യുന്നത്. അന്ന് MLA ആയിരുന്ന പിണറായി വിജയൻ, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, ക്രൂരമായ പോലീസ് മർദ്ദനമേറ്റ ചരിത്രമുണ്ടല്ലോ നമുക്ക് മുന്നിൽ. നിയമസഭയിലെ പ്രസംഗം രേഖയായി നമുക്ക് മുന്നിലുണ്ട്. ഈ ചോര പുരണ്ട ഷർട്ടുമായി വന്ന് കരുണാകരന് നേരെ അദ്ദേഹം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് രേഖയിലുണ്ട്, നിയമസഭാ രേഖയിൽ. അപ്പോൾ ഇതൊക്കെ ചരിത്രമാണ്. ഇത് സംഭവിച്ചു പോയതാണ്, കടന്നുപോയ വഴികളാണ്, നമ്മൾ കടന്നു വന്ന വഴികളാണ്. അപ്പോൾ അങ്ങനെ ഒരു കാലത്ത് നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ CPIM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ പാർട്ടിയിൽ ചേർന്നിട്ടൊന്നുമില്ല. അവർ ഇപ്പുറത്ത് നിൽക്കുകയാണ്. അവരൊരു പാർട്ടിയായി തന്നെ നിൽക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സോഷ്യലിസ്റ്റുകൾ പോയി, അപ്പുറത്ത് ഈ ലോക്ദൾ പോയി, ജനസംഘം പോയി. അവരെല്ലാം ചേർന്ന് ആ പാർട്ടി രൂപീകരിക്കുന്നത് എപ്പോഴാണ്? അടിയന്തരാവസ്ഥ പിൻവലിച്ച തൊട്ടു പിന്നാലെയാണ് ഈ പാർട്ടി രൂപീകരിക്കുന്നത്. ആ മാസം തന്നെയാണ് പാർട്ടി രൂപീകരിക്കുന്നത്. പാർട്ടി രൂപീകരിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഏറ്റവും കൂടുതൽ സീറ്റ് ജനതാ പാർട്ടി നേടുന്നു. അങ്ങനെയാണ് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്.
അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിച്ചു, അല്ലെങ്കിൽ ആ തിരഞ്ഞെടുപ്പിൽ ഇവർ സഖ്യമായിരുന്നു എന്നത് ഇപ്പോഴൊരു ആരോപണമായി ഉന്നയിക്കുന്നതിൽ എന്ത് സാങ്കത്യമാണുള്ളത്? അന്നിപ്പോൾ നമ്മൾ തന്നെ ആ ഡാറ്റയിൽ പറഞ്ഞു. ഇന്നിപ്പോൾ നെഞ്ചു തിരുമിയിരിക്കുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ പറ്റാതെ വിങ്ങിപ്പൊട്ടിയിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആരാന്നറിയോ? കെ സുധാകരൻ. കാരണം അദ്ദേഹം എവിടെയായിരുന്നു? അദ്ദേഹം ജനതാ പാർട്ടിയിലായിരുന്നു. സംഘടനാ കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം, ജനതാ പാർട്ടിയിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഇതിനകത്ത് എങ്ങനെ പ്രതികരിക്കാം? അദ്ദേഹം ഈ ആരോപണം, വി ഡി സതീശന്റെ ഇന്നത്തെ ആരോപണം കെ സുധാകരനും ബാധകമല്ലേ അങ്ങനെയാണെങ്കിൽ? അപ്പോൾ ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിന്റെ വിഷയമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ മട്ടിൽ ചരിത്രത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഈ ഡീൽ എന്നുള്ള ആരോപണത്തിലേക്ക് വരുന്നത്, അതിൻ്റെ വിത്ത് പാകുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയാണ്. CJP വിളിയിൽ നിന്നാണ് ഈ ഡീലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ തക്കവണ്ണം ഈ കാര്യങ്ങൾ വളരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ആസൂത്രിതം. കാരണം എല്ലാ നേതാക്കന്മാർക്കും സംശയമില്ലാതെ ഈ ഡീൽ ആരോപണത്തിലേക്ക് അവർ വരുന്നുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല. അതായത് ന്യൂനപക്ഷ വോട്ടുകൾ ഇത്തവണ, അതായത് പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ, അത് ഉന്നമിട്ട് അത് ഒരുമിച്ച് ചേർത്ത് നിർത്തേണ്ടത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളുടെ സാഹചര്യം പരിശോധിച്ചാൽ ഈ മുസ്ലിം വോട്ടുകൾ ഗണ്യമായി ഇടതുമുന്നണിയെ സഹായിച്ചു എന്നുള്ള വിലയിരുത്തൽ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഉണ്ടായിരുന്നു. സത്യത്തിൽ അതിന് പല കാരണങ്ങളുണ്ടാകാം. അത് നമ്മൾ കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫിയൊക്കെ വെച്ചിട്ട് അത് വളരെ നിർണായകവുമാണ്. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് അത് ഇത്തവണ അതൊരു കാരണവശാലും അങ്ങനെ സംഭവിച്ചു കൂടാ എന്നതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വിജയം ലാക്കാക്കിയുള്ള ഒരു നീക്കമായിരിക്കാം ഇത്. നാടാടെയാണ് ആ നിലയ്ക്ക് പരിശോധിച്ചാൽ. കാരണം സാധാരണ തോൽവി ഭയക്കുമ്പോഴോ തോൽവിക്ക് ശേഷമോ ഉന്നയിക്കുന്ന ഒരു ആരോപണം ഇത് വിജയം പ്രതീക്ഷിച്ച്, വിജയം ആഗ്രഹിച്ച് മുൻപേ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കൗതുകം. ഇനി ഒരു കാര്യം കൂടെ പറയാം. അങ്ങനെ നമ്മൾ നോക്കിപ്പോയാൽ 1980 രാജഗോപാലാചാരി കേരളത്തിലെ ഏറ്റവും ഉന്നതനും മുതിർന്ന നേതാവുമായ BJP നേതാവ്, അദ്ദേഹം RSSകാരനാണല്ലോ, അതിനകത്ത് സംശയമൊന്നും ആർക്കും ഇല്ലല്ലോ, കേരളത്തിൽ ആർക്കും ഇല്ല. ഇനി KG മാരാരാണ് ഇവിടുത്തെ BJPയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ പേരെന്താ? മാരാർജി ഭവനാണ്. ഇവർ രണ്ടുപേരും കോൺഗ്രസിൻ്റെ മുന്നണിയിൽ അംഗങ്ങളായി മത്സരിച്ചിട്ടുണ്ട് 80-ൽ. ഒരാൾ പാർലമെൻറ്റിലേക്കും ഒരാൾ ഏതായിരുന്നു മണ്ഡലം ഞാൻ മറന്നുപോയി. ഒരാൾ അതെ KG മാരാർ മത്സരിച്ച മണ്ഡലം ഞാനേതായാലും മറന്നുപോയി, പെരിങ്ങളം മണ്ഡലത്തിൽ. അപ്പോൾ ആ രീതിയിൽ ഒരാൾ പാർലമെന്റിലേക്കും ഒരാൾ നിയമസഭയിലേക്കും 80-ൽ മത്സരിക്കുമ്പോൾ അവർ കോൺഗ്രസിന്റെ മുന്നണിയുടെ ഭാഗമാണ്. ഈ ആരോപണം തിരിച്ചുന്നയിക്കാൻ വരെ ഞാൻ വിചാരിക്കുന്നത് നാളെ ഇനിയിപ്പം പിണറായി വിജയൻ ഇതുമായിട്ടായിരിക്കും വരുന്നത്. കാരണം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ള ചരിത്രം. ഇനി ഈ സഖ്യം, തെരഞ്ഞെടുപ്പ് സഖ്യമെന്ന് നേരിട്ട് പറയാവുന്ന കാര്യങ്ങൾ നടന്നിട്ടുള്ളത് കോലീബി സഖ്യമാണ്. അതൊക്കെ ചരിത്രമായി നമുക്ക് മുന്നിലുണ്ട്. ബാക്കിയെല്ലാം ആരോപണങ്ങളാണ്. ഇപ്പോൾ നിലനിൽക്കുന്നതും ആരോപണമാണ്, തെളിവുകളില്ല, ആരോപണം മാത്രമാണ്. ഞാനിതിൻ്റെ കാരണം ഈ മട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാമുദായിക ധ്രുവീകരണം മാത്രം ലക്ഷ്യമിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആരോപണമായി മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇത് വളരെ സ്ട്രക്ചേർഡാണ്. ഈ ആരോപണത്തെ വളരെ പെർഫെക്റ്റായിട്ട് ഡിസൈൻ ചെയ്ത് പ്ലേസ് ചെയ്യാനുള്ള ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഒരാളല്ല, ഒട്ടേറെ നേതാക്കൾ ഒരേ ആരോപണം ഒരേ രീതിയിൽ അവതരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, ഡീൽ എന്ന പ്രയോഗം ആവർത്തിച്ച് വരുമ്പോൾ അത് ആസൂത്രിതമായ ഒരാരോപണമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത്. പിന്നെ വേറൊന്നും കൂടിയുണ്ട് കേട്ടോ. ഈ 89-ലെ കാര്യം പറഞ്ഞു പോയിട്ടുണ്ട്. 89-ലും എന്താണ് സംഭവം? 89-ലാണ് വേണമെങ്കിൽ CPIM-നെ ആ നിലയ്ക്ക് നിങ്ങൾ RSSനൊപ്പം നിന്നു അല്ലെങ്കിൽ BJPക്കൊപ്പം നിന്നു എന്ന് ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് അതുണ്ട്. പക്ഷേ പറയാവുന്ന ഒരു സാഹചര്യം, അത് കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടെ VP സിംഗ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ജനതാദളിനാണ് അങ്ങനെ ഒരു സാധ്യത കിട്ടുന്നത്. ജനതാദളിനെ ഭരണമേൽപ്പിക്കുക. ഇപ്പോൾ ഇവരുമായിട്ട് കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ CPM തയ്യാറല്ല. 33 സീറ്റുണ്ടെന്ന് CPIM-ന്. BJPക്ക് 88 സീറ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് 88 സീറ്റുണ്ട് അന്ന്. അപ്പോൾ അവർ എന്താണ്, ജനതാദളാണ് അഭ്യർത്ഥിക്കുന്നത്. ജനതാദളിന് ഈ 2 പിന്തുണയും ലഭിക്കുന്നു. അപ്പോൾ എന്താണ്, ആ നിലയ്ക്ക് പുറത്തു നിന്നുള്ള പിന്തുണ കൊടുത്ത 2 പാർട്ടികളാണ് ഇവർ എന്നുള്ളതേ ഉള്ളൂ. ഇവർ മുന്നണിയായി മത്സരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനതാദളിന് പിന്തുണ കൊടുത്ത് കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് അന്ന് ചെയ്തിട്ടുള്ളത്. അതല്ലാതെ മാത്രമല്ല, ആ കാലത്ത് കേരളത്തിലോ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും BJPയും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുണ്ടായിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് ജനതാദൾ ആ സർക്കാർ എങ്ങനെയാണ് തകരുന്നത്? ആ സർക്കാർ തകരുന്നതിൻ്റെ കാരണം ആരാണ്? BJPക്ക് സഹിക്കാനാവുന്നതിനപ്പുറം ഉള്ള തീരുമാനങ്ങളിലേക്ക് ആ സർക്കാർ കിടക്കുന്നത്. VP സിംഗ് സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് പിന്നീട്
അത് ആ സർക്കാർ തന്നെ തകരുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം അത് നിലനിൽക്കുന്നതല്ല, ആശയപരമായി നിലനിൽക്കുന്ന, പ്രത്യയശാസ്ത്രപരമായി നിലനിൽക്കുന്ന ഒരു സഖ്യമായിരുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് തകരുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഡീൽ എന്നുള്ള ആരോപണം മുന്നോട്ട് വയ്ക്കുമ്പോൾ ആളുകൾ ചരിത്രം പറയും. ആ ചരിത്രം പറയുമ്പോൾ അവിടെ കൂടുതൽ പ്രതിസ്ഥാനത്ത് വന്ന് നിൽക്കുക കോൺഗ്രസോ മുസ്ലിം ലീഗോ ആയിരിക്കും എന്നുള്ളതാണ് വസ്തുത. കറക്റ്റ്, വിശദമായി തന്നെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിക്കാം എന്തൊരവസ്ഥയാണിതെന്നുള്ളത്. വലിയ വായനയും അറിവും പുസ്തക വായനയും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലുള്ള ഒരു വലിയ ആരോപണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇത്തരം ചരിത്രാവബോധം അല്പമെങ്കിലും അതിൽ തൊട്ട് തീണ്ടണ്ടേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുമാത്രമല്ല, എന്തിനാണ് ഈ നുണകളെ ആശ്രയിക്കുന്നത് എന്നുള്ളതും കൂടെ വളരെ കൗതുകത്തോടെയാണ് ഞാൻ കാണുന്നത്. അതൊക്കെ എന്തിനാണ് അങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം തന്നെ ഹർഷൻ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞു. എന്തായിരുന്നു ചോദ്യം? പിണറായി വിജയൻ്റെ ഫോട്ടോ സഹിതമാണ് പോസ്റ്റ് ചെയ്യുന്നത്, വെറുതെ എഴുതിയിടുകയല്ല. 2006 പിന്നെ പറവൂരിലെ മനക്കപ്പടി സ്കൂളിൽ ഗോൾവാൾക്കർ ജന്മശതാബ്ദി ആഘോഷം RSS നടത്തിയ പരിപാടിയിൽ അദ്ദേഹം വിളക്ക് കൊളുത്തുന്നു. ഇത് എന്ത് ഡീലിൻ്റെ ഭാഗം? അതിന് മറുപടി അദ്ദേഹം ആ സംഭവമോ അങ്ങനെ ഒരു കാര്യം നടന്നതായിട്ടോ അദ്ദേഹത്തിൻ്റെ മറുപടി പോസ്റ്റിലില്ല. പിന്നെ എന്തായിരുന്നു 2001, 2006 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ RSSൻ്റെ പിന്തുണ VD സതീശൻ തേടി എന്ന് ഹിന്ദു ഐക്യവേദി നേതാവ് തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതായിരുന്നു 2 ആരോപണങ്ങൾ. ഇതൊക്കെ ഏത് ഡീലിൻ്റെ ഭാഗം? ഇതാണല്ലോ ചോദ്യം. അത് ഇതിൻ്റെയൊക്കെ മറുപടി പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പുകമറ അങ്ങ് സൃഷ്ടിക്കുകയാണ്. അല്ലാതെ ഫാക്റ്റായിട്ട് മറ്റ് ആൻസറുകൾ പറയുന്നില്ല. ഇനി പറഞ്ഞ ഫാക്റ്റ് ഏതൊക്കെയാണെന്നറിയോ? 1977 തെരഞ്ഞെടുപ്പിലെ ഇവരുടെ RSSൻ്റെ അടക്കം പിന്തുണ നേടി എന്നുള്ളതാണ് ഒന്നാമത്തെ വാദം. 2, ശിവദാസ മേനോൻ്റെ പ്രചാരണ പരിപാടിയിൽ LK അദ്വാനി എത്തി പാലക്കാട് എന്നുള്ളതാണ് അതിനുള്ളിലെ വേറൊരു കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, 89 ഈ കോൺഗ്രസിൻ്റെ സർക്കാരിനെ അകറ്റി നിർത്തുവാൻ വേണ്ടി ഇവർക്ക് പിന്തുണ കൊടുത്തു എന്നുള്ളതാണ്. VP സിംഗിൻ്റെ സർക്കാരിന് പിന്തുണ കൊടുത്തു എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇതൊക്കെയാണ് കോൺഗ്രസ് RSSനോട് ഒരു കാലത്തും സന്ധി ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം വെച്ചിരിക്കുന്ന പോയിന്റുകൾ. പക്ഷേ ഈ പോയിന്റുകൾ ചരിത്രം പരിശോധിക്കുമ്പോൾ അടപടലം പൊളിഞ്ഞു പോയില്ലേ? 77 സാഹചര്യം എന്തായിരുന്നു? ഈ പറയുന്ന പോലെ 75 അടിയന്തരാവസ്ഥ വരുന്നു. അതിനുശേഷം 77 ഈ ജനതാ പാർട്ടി രൂപീകരിക്കുന്നു. അത് കോൺഗ്രസ് ഒഴികെ മറ്റെല്ലാ പാർട്ടികളും അന്നത്തെ ഇന്ത്യൻ സാഹചര്യം അങ്ങനെയായിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അതൊരു സ്പെഷ്യൽ സോണാണ് ഈ അടിയന്തരാവസ്ഥ കാലവും അത് കഴിഞ്ഞിട്ടുള്ള സർക്കാർ രൂപീകരണവും തിരഞ്ഞെടുപ്പും ഈ പറയുന്ന പോലെ ജനതാ പാർട്ടിയുടെ രൂപീകരണമൊക്കെ. അപ്പോൾ 77 അന്ന് ഏത് വിധേയനെയും കോൺഗ്രസിനെ അകറ്റി നിർത്തുക എന്നുള്ളത് തന്നെയായിരുന്നു അവിടുത്തെ ലക്ഷ്യം. അതുകൊണ്ടാണല്ലോ മറ്റു പാർട്ടികളെല്ലാം കൂടെ അവരുടെ ജനസംഘം പിരിച്ചുവിട്ടിട്ട് 77 ജനസംഘം ഇല്ല, അത് പിരിച്ചുവിട്ടിട്ടാണല്ലോ ജനതാ പാർട്ടിയിൽ ഇവർ ചേരുന്നത്. അപ്പോഴും ഈ പറയുന്ന പോലെ ഹർഷൻ പറയുന്നത് പോലെ ഇരട്ട അംഗത്വം എന്നുള്ളൊരു വിഷയം അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അത് കൊണ്ട് നടക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനുശേഷം മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി വരുന്നു. ആ മന്ത്രിസഭയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇന്നത്തെ BJPയുടെ ഭാഗമായിരുന്നവർ അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു, LK അദ്വാനി ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒരാൾ വിദേശകാര്യ മന്ത്രിയും മറ്റൊരാൾ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയ മന്ത്രിയുമായിരുന്നു അവർ. ആദ്യത്തെ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു വിദേശകാര്യമന്ത്രി. അപ്പോൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഘട്ടത്തിലൊക്കെ 77 ഇവിടെ തെരഞ്ഞെടുപ്പ്, അതാണ് VD സതീശൻ്റെ കാര്യത്തിലേക്ക് വരികയാണ്. 77 ഇവിടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LK അദ്വാനി കേരളത്തിൽ ശിവദാസ മേനോന് വേണ്ടി പ്രചാരണത്തിനെത്തി എന്ന് പറയുന്നത് ഏത് പാർട്ടിയുടെ ഭാഗമായിട്ടാണ്? ജനതാ പാർട്ടിയുടെ ഭാഗമായിട്ടാണ്, ജനസംഘിൻ്റെ ഭാഗമായിട്ടല്ല LK അദ്വാനി ഇവിടെ എത്തിയിരിക്കുന്നത്. ആ പിന്തുണയെ പറ്റിയാണ് ഇദ്ദേഹം ഈ RSS പിന്തുണ എന്ന് നിലക്ക് പറയുന്നത്. RSS പിന്തുണയാണോ അത്? അല്ല, അത് ജനതാ പാർട്ടിയുടെ ഭാഗമായി പ്രചാരണത്തിനുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പാലക്കാട് എത്തുകയായിരുന്നു ശിവദാസ മേനോന്. അങ്ങനെയാണ് ആ പ്രചാരണ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുന്നത്. അപ്പോൾ 77 പിന്തുണ തേടി എന്ന് പറയുന്നതിൽ അതിലൊരു സാങ്കത്യമുണ്ടോ? ഇത് ആളുകൾ ചോദിക്കില്ലേ? അങ്ങനെയല്ലേ ഉണ്ടായതെന്ന് ചോദിക്കില്ലേ? ഇനി ജനസംഘം, അതായത് 77 ജനസംഘമില്ല, ഇല്ലാത്തൊരു കാര്യത്തെ പറ്റിയാണ് അദ്ദേഹം ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ. അതായത് ഇനി അതിൽ ഈ ഇരട്ട അംഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ അലിഗഡിലും ജംഷഡ്പൂരിലൊക്കെ ആയിരുന്നു തോന്നുന്നു അന്ന് ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളൊക്കെ കൂടുതലാവുകയും അതിൽ പഴയ ജനസംഘത്തിലുള്ള ആളുകൾ ഉൾപ്പെട്ടു എന്ന് വരുമ്പോഴാണ് ജനതാ പാർട്ടിയിലുള്ളവർ വലിയ ഒരു നിലപാടെടുക്കുന്നത്. RSSുമായിട്ടുള്ള അവരുടെ മെമ്പർഷിപ്പ് ഉള്ള അവരുടെ അംഗത്വം നിലനിർത്തിക്കൊണ്ട് ജനതാ പാർട്ടിയിലും അംഗമാവാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടെടുക്കുന്നത് ആ ഘട്ടത്തിലാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ ഘട്ടത്തിൽ RSSുമായുള്ള ബന്ധം വിച്ഛേദിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ളവർ ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അതിനുശേഷമാണ് 80 BJP രൂപീകരിക്കുന്നത്. അതായത് 77 80 ഇടയിൽ ജനസംഘമില്ല, BJP ഇല്ല, 80 BJP രൂപീകരിക്കുന്നത്. ഇതിലെവിടെയാണ് RSSൻ്റെ പിന്തുണ തേടുകയോ അല്ലെങ്കിൽ അവരുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുകയോ ചെയ്തത് എന്ന് മനസ്സിലായിട്ടില്ല. അതിൽ
കെ സുധാകരൻ അതിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ ചേർത്ത് വായിക്കുകയും ചെയ്യണം. അപ്പോൾ ആരുടെ ഷൂസിലേക്കാണ് വെടിവെക്കുന്നത് വി.ഡി. സതീശൻ എന്നുള്ളതാണ് ചോദ്യം. പിന്നെ 84-ലും ഈ പറയുന്നത് പോലെ RSS പിന്തുണ കോൺഗ്രസ് നേടിയ ചരിത്രവും കൂടി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇനി 89-ൽ എന്താ സംഭവിച്ചത്? VP സിംഗ്, രാജീവ് ഗാന്ധി സർക്കാരിൽ നിന്ന് അദ്ദേഹം പുറത്തു വരുന്നു, പുതിയൊരു പാർട്ടി രൂപീകരിക്കുന്നു. ആ പാർട്ടിക്ക് BJPയും പുറത്തു നിന്നുള്ള പിന്തുണ BJPയും ഇടതു പാർട്ടികളും നൽകുന്നു. അങ്ങനെയല്ലേ ഉണ്ടായത്? അല്ലാതെ സഖ്യം ചേരുകയല്ലല്ലോ ചെയ്തത്, പുറത്തു നിന്ന് പിന്തുണച്ചു. എന്നിട്ടോ എനിക്ക് തോന്നുന്നു രാമജന്മഭൂമി വിഷയമൊക്കെയാണ് ആ സമയത്ത് കാതലായി ഉണ്ടായിരുന്നത്. അപ്പോൾ രഥമുന്തുന്ന അദ്വാനിയെ കരുതൽ തടങ്കലിൽ അറസ്റ്റ് ചെയ്യിക്കുന്ന രീതിയിലേക്ക് ബീഹാറിൽ വെച്ചുണ്ടാവുന്നു. അതടക്കമുള്ള, അതായത് BJPയുടെ പ്രത്യയശാസ്ത്രവുമായി ഒട്ടും ചേരാത്ത ചില കാര്യങ്ങളിലേക്ക്, കടുത്ത തീരുമാനങ്ങളിലേക്ക് VP സിംഗ് സർക്കാർ പോകുന്ന ഘട്ടത്തിൽ പിന്തുണ പിൻവലിക്കുവാൻ വേണ്ടി BJP തീരുമാനിക്കുകയാണ്. ആ ഘട്ടത്തിൽ ആർക്കൊപ്പം നിന്നു എന്നാണ് പറയുന്നത്? ആ ഘട്ടത്തിൽ ആ രാമജന്മഭൂമി എന്നുള്ളൊരു പ്രശ്നമുണ്ടല്ലോ അവിടെ. അത് ആരുടെ പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് പോകില്ല. സ്വാഭാവികമായും ഇടതു പാർട്ടികളുടെ പ്രത്യയശാസ്ത്രവുമായി അതിൽ ചേർന്ന് പോകുന്നില്ല. അവർ ആ ഘട്ടത്തിൽ VP സിംഗ് സർക്കാരിൻ്റെ കൂടെ നിന്നു. അന്ന് അവരെ എതിർത്ത് വോട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുടെ അരികുപറ്റി നിന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതിനെതിരായി വോട്ട് ചെയ്തു ആ സർക്കാരിനെ താഴെ ഇറക്കുവാൻ വേണ്ടി. അധികാരം മാത്രമായിരുന്നു അന്ന് കോൺഗ്രസ് മോഹിച്ചിരുന്നത് എന്നുള്ളതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത്? അതല്ലേ അതിൽ കാണുന്നത്. അന്ന് BJPയുടെ അരികുപറ്റി നിന്ന കോൺഗ്രസ് ആണ് ഇന്ന് പറയുന്നത് ഞങ്ങൾ ചരിത്രത്തിൽ RSSുമായി സന്ധി ചെയ്തിട്ടില്ല എന്നുള്ളത്. ഒരു ചരിത്രം കൂടിയുണ്ട് ശ്യാമിലി. അത് വേറൊന്നുമല്ല, 84-ൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ കാലത്തുണ്ടായ സംഭവം എന്താണ്? ബാലാസാഹേബ് ദേവറസാണെന്ന് RSSന്റെ സർസംഘചാലക്. RSS കോൺഗ്രസുമായി പ്രത്യക്ഷത്തിൽ ധാരണയിലെത്തി, അതായത് പിന്തുണ കൊടുത്തു. RSS ആണ് അന്ന് പാർട്ടി, BJP അല്ല. RSS, BJP പാർട്ടി വേറെയുണ്ട്. പക്ഷേ RSS ആ 84-ലെ തെരഞ്ഞെടുപ്പിൽ, ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ദേശീയ ഐക്യത്തിന് വേണ്ടി കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് RSS ചെയ്തത്. ഇത് ചരിത്രമല്ലേ? 84 എന്ന് പറയുമ്പോൾ എത്രയായി അന്നേരം? എന്താണ്, ഈ അധികം കാലമൊന്നും ആയിട്ടില്ലല്ലോ. 10-40 വർഷം പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതെ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത്, ഇനിയിപ്പോൾ സമീപകാലത്ത് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അടവ് നയമൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടാവും. അത് ചിലപ്പോൾ പ്രഖ്യാപിത അടവ് നയങ്ങളൊന്നും ആയിരിക്കില്ല, പല മണ്ഡലങ്ങളിലും ഉണ്ടാവും. പക്ഷെ അപ്പോൾ പോലും ഇത്തരം അടവ് നയങ്ങൾ പാർട്ടികൾ സ്വീകരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു CPI, LDF, കോൺഗ്രസ് അടവ് നയങ്ങൾ, അതായത് പ്രത്യക്ഷ ധാരണയിലില്ലാത്ത ചില കൊടുക്കൽ വാങ്ങലുകൾ പല മണ്ഡലങ്ങളിൽ നടന്നിട്ടുണ്ട്. അത്ര പോലും മറ്റ് ആളുകളുമായി കൂട്ടിച്ചേരാൻ, അതായത് BJPയുമായി ഒരു സന്ധി ചേരൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രത്യക്ഷ രാഷ്ട്രീയത്തിൽ നമ്മൾക്കത് വിശ്വസിക്കാനുള്ള തെളിവുകളില്ല, പ്രത്യക്ഷത്തിൽ കണ്ണിൽ കാണുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന LDFൻ്റെ വോട്ടുകൾ മൊത്തം ന്യൂനപക്ഷ വോട്ടുകളാണോ? അല്ല, അത് ഭൂരിപക്ഷ വോട്ടുകളല്ലേ. സ്വാഭാവികമായും ഇവർ BJPയുമായി സന്ധി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, അതായത് വോട്ട് അങ്ങനെയാണെങ്കിൽ BJPയുമായി LDF സന്ധി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്കിടയിൽ ഇവർക്ക് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്ന ഭാഗത്തേക്ക് ഭൂരിപക്ഷ സമുദായം അല്ലെങ്കിൽ വരില്ലേ? അതൊരു സ്വാഭാവികമായ ഒരു വരുന്നില്ലേ? അങ്ങനെ വരില്ലേ? അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും അപ്രസക്തമാവുകയല്ലേ ഈ LDF എന്ന മുന്നണി ഉണ്ടാവുക. ന്യൂനപക്ഷ വിഭാഗം എന്നുള്ളത് ന്യൂനപക്ഷ വോട്ടുകളാണ്, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ആ വോട്ടുകൾ ആകർഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള, ഹർഷൻ നേരത്തെ പറഞ്ഞതുപോലെ അത് മാത്രം ലക്ഷ്യമിട്ട്, സാമുദായിക ധ്രുവീകരണം മാത്രം ലക്ഷ്യമിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ആരിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ വിരചൂണ്ടുന്നത് എന്നുള്ളതും കൂടെ പരിശോധിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് കേരളം സാക്ഷിയാവുന്നത്. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പരസ്പരം ഉന്നയിക്കുന്ന ഡീൽ ആരോപണത്തിൽ ദേശീയ നേതൃത്വം പൂരടിക്കുകയാണ്. ഇരുമുന്നണികളും പരസ്പരം ഡീൽ ആരോപിക്കുമ്പോൾ നിഷ്പക്ഷരായ വോട്ടർമാർക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇരുപക്ഷത്തിനും തിരിച്ചടി ഉണ്ടാകാൻ മാത്രമേ ഉപകരിക്കൂ. ഭിന്നിച്ചു നിൽക്കുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യം വെച്ച് നടത്തിയ ഡീൽ ആരോപണം ദേശീയ ഐക്യമായ ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ വീഴ്ത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും BJPയുമായോ മറ്റേതെങ്കിലും വർഗീയ സംഘടനകളുമായോ ആരാണ് ഡീൽ ഉണ്ടാക്കുന്നത് എന്ന തുറന്ന ചർച്ച ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചിലരെയെങ്കിലും തുറന്നു കാണിക്കാൻ സഹായകമാകും എന്ന് തീർച്ചയാണ്. വി.ഡി. സതീശൻ കൊളുത്തിയ ഡീൽ ആരോപണത്തിന്റെ ആന്തരിക ഫലം തെരഞ്ഞെടുപ്പിൽ ആരെ തുണയ്ക്കുമെന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കാം.